അത് വെച്ചാല് അവരിപ്പൊ ഇരുന്ന് പഠിച്ചു അപ്പൊ എന്ത് പഠിച്ചു എന്നല്ല, ഇപ്പം ഇതിനായിട്ട് ഇരിക്കുമ്പോ എന്ത് പഠിച്ചു അത് മാത്രമാണ് ഇതില് വരുന്നത്. എന്തായാലും ഇത് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ, അതിന് ഷോർട്ട് കട്ട് ഒന്നും ഇല്ല. എന്തായാലും നമ്മൾ പഠിക്കണം. ഇതിനായിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഒരു 10 hours എങ്കിലും മിനിമം. അത് ആദ്യം നമുക്ക് അത് പറ്റില്ല. എന്തായാലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒക്കെ ഞാൻ ഒരു മാക്സിമം എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റുന്ന എത്രയാണോ മാക്സിമം ഒരു 5 hourലൊക്കെയാണ് ഞാൻ തുടങ്ങിയത്. 5 hour എന്ന് പറഞ്ഞാൽ ഒരു പേജൊക്കെ നീങ്ങുള്ളൂ ആ സമയത്ത്. പക്ഷെ പിന്നെ അതായത് നമ്മൾ ഇതിനായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അതായത് ഇപ്പൊ നമ്മള് കോളേജിൽ തോറ്റ് അല്ലെങ്കിൽ കോളേജിൽ ടോപ്പർ ആയിരുന്നു, അതൊന്നും ഇതിനൊരു ഇതല്ല. നമ്മള് കുറെ കണ്ടതാണല്ലോ. ഇപ്പൊ തന്നെ ടോപ്പേഴ്സിനെ എടുത്തു നോക്കിയാൽ തന്നെ കാണാം. അതിലിപ്പം പാസ്സാവാത്തവരുണ്ടാവും, ഒക്കെ ഉണ്ടാവാം. അത് വെച്ചാല് അവരിപ്പൊ ഇരുന്ന് പഠിച്ചു അപ്പൊ എന്ത് പഠിച്ചു എന്നല്ല, ഇപ്പം ഇതിനായിട്ട് ഇരിക്കുമ്പോ എന്ത് പഠിച്ചു അത് മാത്രമാണ് ഇതില് വരുന്നത്. അതായത് ഞാൻ ഇന്റേൺഷിപ്പിന്റെ കൂടെ എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടുത്തെ കാലിക്കറ്റിന്റെ എക്സാം നടത്തുമല്ലോ, അതാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്തു തുടങ്ങിയത്. അത് ആ ഒരു ടൈം ടേബിൾ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ആ ടൈം ടേബിളിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞ ട്രാക്ക് കയറിയത്. ട്രാക്ക് കയറിയെന്ന് വെച്ചാൽ ആദ്യമൊക്കെ കുറച്ച് നമുക്ക് കുറയും, പിന്നെ ഫസ്റ്റ് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ഒരു മടിയുള്ള പോലെയാ ഉണ്ടാവുക. പക്ഷെ ആ എക്സാം അറ്റൻഡ് ചെയ്ത് നമ്മൾ കയറി തുടങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങാൻ വേണ്ടി തോന്നും. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യുക, പിന്നെ ടൈം ടേബിൾ നന്നായിട്ട് ചെയ്യുക, പിന്നെ MCQ ആണ് മെയിൻ ആയിട്ട്. തിയറിയിലേക്ക് അധികം പോവണ്ട. MCQ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം മാക്സിമം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അതായത് ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യണം, ഡെയിലി ഒരു ടാർഗറ്റ്. അതായത് എത്ര കുറച്ചാണെങ്കിലും അത് ചെയ്തിട്ടേ നമ്മൾ കംപ്ലീറ്റ് ആക്കുള്ളൂ ആ ഡേ. അങ്ങനെ